നമുക്ക് ഈശോ നൽകുന്ന വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദമാണ് ഈ കഴുതക്കുട്ടിക്ക് ഉണ്ടായ ഒരു ആനന്ദം. കഴുതക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ അവനിങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് നടന്നു എന്നൊന്നുമല്ല. ഒരു കുഞ്ഞു കൊച്ചിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ ഉള്ളിലെയും ഈ ഒരു അവസ്ഥയെക്കുറിച്ച്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ, ഈശോയ്ക്ക് വേണ്ടി ഈശോ എന്നെ എടുത്ത് ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് തയ്യാറായിട്ടുണ്ടെങ്കിൽ പ്രായഭേദമന്യേ, നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പത്തോ ഒന്നും നോക്കാതെ ഈശോ നമ്മളെ പിടിച്ചുയർത്തുകയാണ്. എന്തൊരു 3 മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? ഒരു കഴുതക്കുട്ടിയിൽ നിന്ന് ദൈവത്തിന് പ്രിയപ്പെട്ടവനാകുന്നു, ദൈവത്തിന് പ്രിയപ്പെട്ടവളാകുന്നു. നമ്മൾ ആ സന്ദർഭം ഒന്ന് ആലോചിച്ചോ. അത് ഈശോ തന്റെ ശിഷ്യന്മാരോട് അവിടെ പോവുക, അവിടെ ഒരു കഴുതേനെയും അതിന്റെ കുഞ്ഞിനെയൊക്കെ കാണും, അതിന്റെ കഴുതക്കുട്ടീനെ ഇങ്ങോട്ട് അഴിച്ചുകൊണ്ട് പോരുന്നൊക്കെ പറയുന്നൊരു സന്ദർഭം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈശോ ശിഷ്യന്മാരെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് വിടുകയാണ്. ഒരു സാധാ കഴുതക്കുട്ടിയാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ പുല്ലും തിന്ന് വിഴുപ്പുമൊക്കെ ചുമന്ന് സാധാരണക്കാരനായി ജീവിച്ച് മരിച്ചു പോകേണ്ട ഒരു സാധാ മൃഗം. പക്ഷെ അവന്റെ സ്റ്റാറ്റസ് അങ്ങ് ഉയരുകയാണ്. എപ്പോ? ഈശോയ്ക്ക് ഇഷ്ടം തോന്നിയപ്പോൾ, ഈശോയ്ക്ക് ആവശ്യം ഉണ്ടായ സമയത്ത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതേരെ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയ്ക്ക് നിന്നെ ആവശ്യമാണെന്ന് തോന്നുന്നത് എപ്പാന്നറിയോ? ഈശോയോട് നീ ചേർന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ, തമ്പുരാനാണ് ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ, ഈശോ മനസ്സിലാക്കും ഇവളെ എനിക്ക് ആവശ്യമുണ്ട്. എന്നെ നോക്കി നിങ്ങളെ നോക്കി ഇന്ന് ഈശോ ഈ വെള്ളിയാഴ്ചയിൽ സന്തോഷിക്കാൻ ഒരു റീസൺ അതായിരിക്കണം. ഈശോയ്ക്ക് സങ്കടപ്പെടാൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഒറ്റുകൊടുക്കല്, കുരിശ് മരണം, കുരിശിന്റെ വഴി കൂട്ടുകാരൊക്കെ തള്ളിപ്പറയുന്നു, ശിഷ്യന്മാർ ഇട്ടേച്ചു പോകുന്നു, ആരും കൂടെയില്ല. പക്ഷെ ഈ ഒരു വെള്ളിയാഴ്ചയിൽ ഈശോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കാൻ ഒരു റീസൺ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ആവശ്യമുള്ള, എനിക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറുള്ള ഒരാൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണെന്ന് ഈശോയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അതായിരിക്കണം. ചേർന്ന് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കഴുതക്കുട്ടിയിൽ നിന്ന് ദൈവത്തിന് പ്രിയപ്പെട്ടവനിലേക്ക്, പ്രിയപ്പെട്ടവളിലേക്കുള്ള ഒരു ദൂരം, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ തീരുമാനിക്കുകയാണ്. ഇത്രയും കാലം എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, ഞാൻ തന്നെ വിധി എഴുതി. ഞാനൊരു കഴുതക്കുട്ടിയാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. പക്ഷേ എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. ഈശോയ്ക്ക് വേണ്ടി പലതും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈശോ നിന്നെ എടുത്തുയർത്തും. എനിക്ക് ആവശ്യമുള്ള കുഞ്ഞാണ് നീ. ഒരു കഴുതക്കുട്ടി എന്ന് ആൾക്കാർ പറഞ്ഞെങ്കിൽ നിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാക്കി മാറ്റാൻ ഈശോ തയ്യാറാണ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കഴുതക്കുട്ടിയിൽ നിന്ന് മനുഷ്യക്കുഞ്ഞിലേക്ക്, ദൈവത്തിൻ്റെ കുഞ്ഞിലേക്കുള്ള ദൂരം, അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈശോയുടെ ഒരു സ്നേഹത്തിലാണ്. രണ്ടാമത് എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ കഴുതക്കുട്ടിയെ നോക്കി ഒരുപക്ഷെ ഇമാജിൻ ചെയ്യുക, അവന്റെ ബന്ധുക്കളായ കഴുതകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നീയും ഞങ്ങളെ പോലെയൊക്കെ തന്നെയാണ്, ഇല്ലെങ്കിൽ ഞങ്ങളെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു, നിന്റെ ജന്മം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, നീ പാഴായി പോകും, വിഴുപ്പ് ചുമന്ന് നിന്റെ നടുവൊടിയും നിന്റെ ജീവിതം തീർന്നു പോകുന്നു. ഈ കഴുതക്കുട്ടിയെ കുറിച്ച് ഒരുപക്ഷെ അവന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആയ കഴുത സീനിയേഴ്സ്, കഴുത സൂപ്പർ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവനും വിചാരിച്ചു കാണും, ദൈവമേ, ഞാനൊരു കഴുത വീട്ടിലാണ് വന്ന് പിറന്നത്, എൻ്റെ തറവാട്, എൻ്റെ പാരമ്പര്യമൊക്കെ കഴുതക്കുട്ടികളുടെ പാരമ്പര്യമാണ്, ഞാൻ എന്നാ ചെയ്യേണ്ടത്? എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഞാൻ ഈ പഠിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഈ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും അവസാനം ഈ വിഴുപ്പ് ചുമക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ വിധിയെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ തലവര മാറ്റിമറിച്ചു ഈശോ. ഈശോയ്ക്ക് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലോകം നിന്നെ തള്ളി പറഞ്ഞാലും നീ തന്നെ നിന്റെ വിധി എഴുതി വിഴുപ്പ് ചുമക്കാനുള്ള ഒരു വേസ്റ്റ് ജീവിതമാണ് എൻ്റെ എന്ന് പറഞ്ഞു നിന്നാലും ഈശോയ്ക്കൊരു ഇഷ്ടം തോന്നിയാണ്ടല്ലോ, ഇവനെ കൊണ്ട് ഇവളെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് ഈശോയ്ക്ക് തോന്നുന്ന ഒരു സമയം, നീ കഴുതക്കുട്ടിയിൽ നിന്ന് ദൈവകുഞ്ഞിലേക്ക് വളരുന്ന ഒരു സമയത്ത് പിന്നെ നിന്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ്ലി മാറുകയാണ്. ലോകം പറയും നിന്നെ കൊണ്ട് ഉപകാരമില്ല, നീ വേസ്റ്റ് ചുമക്കേണ്ടവനാണ്, നീ ഒരു കഴുതക്കുട്ടിയാണെന്ന്. പക്ഷെ ദൈവം പറയും, ഈശോ പറയും, എൻ്റെ കുഞ്ഞ്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എന്നെ ചുമക്കുന്നവനാവണം എന്ന് വെച്ചാൽ ഈശോയെ തോളിലോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതല്ല, കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവൻ, കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവളായി നിന്റെ കർത്താവ് പിന്നെ പിടിച്ച് ഉയർത്തുകയാണ്. ഇത്രയും കാലം നീ ലോകത്തിന് വേണ്ടി ജീവിച്ചു, ഇത്രയും കാലം നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷെ നീ ആ ലോകത്തിൽ, നീ ആ കുടുംബത്തിൽ, നീ ജോലി ചെയ്യുന്നിടത്ത്, നീ പഠിക്കുന്നിടത്ത് നീ ഒരു കഴുതക്കുട്ടിയാവുക, ഈശോയുടെ കഴുതക്കുട്ടിയാവുക, തമ്പുരാനെ വഹിക്കുന്ന കഴുതക്കുട്ടിയായിട്ട് മുമ്പോട്ട് നീങ്ങുക. കർത്താവിൻ്റെ കുഞ്ഞായി മാറുന്നു, സ്റ്റാറ്റസ് മാറുന്നു. വിഴുപ്പ് ചുമക്കേണ്ടവനെന്ന് ലോകം വിധി എഴുതിയ ഒരാള് ഇതാ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ? ഒരിക്കലും ആർക്കും വേണ്ട എന്ന് തോന്നിയ എന്നെ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ ലോകം ചേർത്ത് പിടിക്കാൻ തുടങ്ങി.
ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഈശോയെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിക്കോ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിക്കോ, ലോകം മുഴുവൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. അത് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. മൂന്നാമത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അവന് ഇത്രയും കാലം ഒരു അഡ്രസ്സ് ഉണ്ടാവണമെന്നില്ല. ഒരു കഴുതക്കുഞ്ഞ് പാഴ്ജന്മം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ അന്ന് മുതൽ ഇതുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ചാൽ മതി, അവനൊരു അഡ്രസ്സ് ഉണ്ട്. അന്ന് അവൻ ഈശോയെ ചുമന്നു, ആ കഴുതക്കുഞ്ഞ്. ഇന്നും ഈ വർഷത്തെ ഓശാനയ്ക്കും നമ്മൾ ചിന്തിച്ചിരുന്നു ഈശോയോടൊപ്പം ഈ ഒരു കഴുതക്കുട്ടിയെ കുറിച്ച്. അവനൊരു അഡ്രസ്സ് ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്വന്തമായാൽ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ, ഈ വെള്ളിയാഴ്ചയിൽ തമ്പുരാൻ നമുക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു സദ്വാർത്ത അത് തന്നെയാണ്. നീ എനിക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുക, നീ എന്നെ സ്നേഹിക്കുക, എൻ്റെ സ്വന്തമായിരിക്കുക. ഈശോ നമ്മളെ പിടിച്ചുയർത്തുകയാണ്. ഈശോ നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കി തീർക്കുകയാണ്, ഈശോയുടെ സ്വന്തമാക്കി തീർക്കുകയാണ്. വലതുകൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷ നിങ്ങളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആന്തരിക മുറിവ്, ഒരു അപകർഷബോധം, ഒരു കോംപ്ലക്സ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നെ വേണ്ടാത്തവനാണ്, ഞാൻ എന്നെ കൊള്ളത്തില്ലാത്തവളാണ്. ഈശോയ്ക്ക് കൊള്ളാം, ഈശോയ്ക്ക് വേണം. ആ ഒരു വിശ്വാസം ഉള്ളിലേക്ക് ഉണ്ടാവട്ടെ. ഈ ഒരു വെള്ളിയാഴ്ചയിൽ നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന, കർത്താവിനെ ആനന്ദിപ്പിക്കുന്ന ഏറ്റവും വലിയ വാർത്തയും ഇത് തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഓശാന ഞായറാഴ്ചയ്ക്ക് ശേഷം നമ്മളിനി തമ്പുരാന്റെ കൂടെ ആ ഒരു ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് സംഭവിച്ച 2-3 കാര്യങ്ങളും കൂടി ഒന്ന് ചിന്തിക്കാൻ പോവാണ്. വലിയൊരു ഘോഷയാത്ര, ജനങ്ങൾ സൈത്തും കൊമ്പുകളും ജൈവിളികളും ഒക്കെ. അത് നമ്മുടെ സംഭവിക്കുന്ന ഒരു 2-3 കാര്യങ്ങളെക്കുറിച്ച് ഒരല്പം സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, സഭാജീവിതം ഒക്കെ ആയിട്ട് ചേർത്ത് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. നിങ്ങൾ ബൈബിൾ തുറന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം എടുക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 10. ആ ഹോസാനയുടെ ഒരു സാഹചര്യമാണ് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. 10-11 വാക്യങ്ങൾ 21-ാമത്തെ അധ്യായത്തിന്റെ നമ്മളിങ്ങനെ വായിക്കും. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി, ആരാണ് ഇവൻ എന്ന് ചോദിച്ചു. ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ഗ്രീക്ക് ബൈബിളിൽ ഒരു നല്ല ടേം കിടപ്പുണ്ട്. അതിൻ്റെ ഒരു ഒറിജിനൽ ടേം എസൈസ്തേ എന്ന് വെച്ചാൽ ഒരു ഭൂകമ്പം, ഒരു വലിയ ഇളക്കം. ജനം ഇളകി വശായി എന്ന് മാത്രമല്ല, ശരിക്കുള്ള അതിൻ്റെ ഒരു ഒറിജിനൽ റൂട്ട് ടേമിൽ ഇങ്ങനെ കിടക്കുന്നത് എസൈസ്തേ എന്ന് വെച്ചാൽ ഒരു ഭൂകമ്പം പോലെ വലിയൊരു ഇളക്കം, വലിയൊരു മാറ്റം അവിടെ സംഭവിച്ചു. എന്ത്? ഈശോ വരുന്നത് കണ്ടപ്പോൾ, രക്ഷകൻ വരുന്നത് കണ്ടപ്പോൾ, മിശിഹ വരുന്നത് കണ്ടപ്പോൾ ജനം ഇളകുകയാണ്. ഇതാരാണെന്ന് ചോദിക്കുക. അവർ വിളിച്ചു പറഞ്ഞു നസ്രാന ഈശോയാണ്. കുറെ പേര് മിശിഹ എന്ന് വാഴ്ത്തിപ്പാടുന്നു. ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ, ഒരുപാട് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ആരവങ്ങൾ അവിടെ ഉയരുകയാണ്. ഒരു ഭൂകമ്പം പോലെ ജനം ഇളകി. മത്തായി സുവിശേഷത്തിൽ തന്നെ നമ്മുടെ ഗ്രീക്ക് ബൈബിളിൽ ഇതേ പ്രയോഗം നമ്മൾ പിന്നീട് കാണുക, ഇതിനു മുമ്പ് കാണുക 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ്. മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥം കിട്ടുന്ന ഒരു വാക്ക് അവിടെ കിടപ്പുണ്ട്. 2:3. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ജ്ഞാനികൾ വന്നിട്ട് ഹെറോദേസിന്റെ മുമ്പിൽ ചെല്ലുന്ന ഒരു സാഹചര്യമാണ്. 3-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ട് ഹെറോദേസ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ഹെറോദേസ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും എന്ന് വെച്ചാൽ 2 ടൈമുകൾ ഏകദേശം ഒരേ അർത്ഥം ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ വരുന്നുണ്ട്. ജനം ഇളകുകയാണ്, ഭൂമി ഇളകുകയാണ്, സമൂഹം ഇളകുകയാണ്, രാജാവ്, ജനം ഒക്കെ ഒരു ഭൂകമ്പത്തിന്റെ ഒരു അവസ്ഥയിലാണ്. ആര് വരുന്നെന്ന് കേട്ടപ്പോ, തുടക്കത്തിൽ അത് രക്ഷകൻ ജനിച്ചു എന്ന് കേട്ടപ്പോ, അവസാനം ആ രക്ഷകൻ രാജാവായി എഴുന്നള്ളൂ എന്ന് കേട്ടപ്പോ, 2 സാഹചര്യങ്ങളിലും ജനം ഇളകുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? 2 കൂട്ടം ആളുകൾ ഇളകുന്നുണ്ട്. ആ ഇളകുന്ന ആൾക്കാർക്ക് 2 തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ട്. നമ്മൾ ഏത് കൂട്ടത്തിലാണെന്ന് ചിന്തിച്ചാൽ മതി. ഈ ഓശാനയുടെ സമയത്ത് ജനം ഇളകി, അവിടെ ഒരു ഭൂകമ്പത്തിന്റെ പ്രതീതി ഉണ്ടായി. എന്ത്? സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ഒക്കെ ഒരു ഇളക്കം, ഒരു തിരയിളക്കം, ഒരു ആഹ്ലാദാരവം. രക്ഷകൻ വരുന്നു, ഞങ്ങളുടെ രാജാവ് എഴുന്നള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു രാജാവ് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം പോലെ അവർ ആഘോഷത്തോടെ, സന്തോഷത്തോടെ അവിടെ ഒരു ഇളക്കം ഉണ്ടായി. മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഹെറോദേസും ജനക്കൂട്ടം ഇളകുന്നത് മറ്റൊരു ആറ്റിറ്റ്യൂഡിലാണ്. എന്ത്? എന്റെ പലതും നഷ്ടപ്പെട്ടു പോകും, എനിക്ക് പകരമായി എന്നെ തകർത്തെറിയാൻ പറ്റുന്ന ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നൊരു സൂചന. അത് കേട്ടപ്പോൾ ഹെറോദേസ് അസ്വസ്ഥനായി. ഹെറോദേസിനോടൊപ്പം രാജ്യം മുഴുവൻ, നാട് മുഴുവനും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈശോ വരുന്നു എന്ന് കേൾക്കുമ്പോൾ, ഈശോ സത്യദൈവമാണ്, ഈശോ ഏകരക്ഷകനാണ് എന്ന് കേൾക്കുമ്പോൾ, അത് പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഒന്ന്, ഞങ്ങൾക്കൊരു രാജാവുണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന ഒരു ജനക്കൂട്ടം. രണ്ടാമതൊരു കൂട്ടം, ഈ ലോകത്തെ രക്ഷിക്കാൻ ഒരു രാജാവുണ്ട്, ഒരു ദൈവമുണ്ട്, ആ സത്യദൈവം ഏകരക്ഷകനായ യേശുക്രിസ്തു ആണെന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥതയുടെ ഭൂകമ്പം ഉണ്ടാകുന്ന ജനക്കൂട്ടം. ഈശോയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഈശോയെ അംഗീകരിച്ചാൽ എനിക്ക് പല നഷ്ടങ്ങൾ ഉണ്ടാകും, അത് ഏറ്റുപറയുന്ന ഒരു നാണക്കേടാണെന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ക്രൈസ്തവർ തന്നെ. ചിലർ സന്തോഷിക്കുന്നു, ചിലർ ദുഃഖിക്കുന്നു, ചിലർ ഈശോ എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നതിൽ അഭിമാനിക്കുന്നു, ചിലർ അതൊരു ഭാരമായിട്ട്, ഞാനൊരു ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് മാത്രം ഞാൻ ഈ അഡ്രസ്സ് കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈശോയെ ഏറ്റുപറയാൻ നാണം കാണിക്കുന്നവർ, നാണം കെട്ടി നിൽക്കുന്നവർ, അഭിമാനമില്ലാത്തവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടും ഭൂകമ്പമാണ്. ഒന്ന് സന്തോഷത്തിന്റെ, രണ്ട് ദുഃഖത്തിന്റെ, അസ്വസ്ഥതയുടെ. ചോയ്സ് ഈസ് യുവേഴ്സ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നീ ഏറ്റു പറഞ്ഞാലും ഇല്ലെങ്കിലും, ഈ ലോകത്തിന് ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. നീ അംഗീകരിച്ചാലും നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അത് കേൾക്കുമ്പം നിന്റെ ഉള്ളിലോട്ട് സന്തോഷം വരുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയാണ്. അല്ല, നിനക്ക് അസ്വസ്ഥതയാണ് വരുന്നതെങ്കിൽ ലോകത്തിന്റെ എന്തൊക്കെയോ നിന്നെ കയറി പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ ഏകരക്ഷകനായിട്ട് ഏറ്റുപറയാൻ എനിക്ക് മടിയാണെങ്കിൽ, ഏതൊക്കെയോ കുരുക്കിൽ, അസ്വസ്ഥതയിൽ, ഏതൊക്കെയോ പടുകുഴിയിൽ ഹെറോദേസിനെ പോലെ നീയും പെട്ടുപോയിട്ടുണ്ട്. ഹെറോദേസിന് സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയില്ലെങ്കിൽ വചനം തുറന്നു വായിക്കുക തന്നെ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു രാജാവുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്, ജീസസ് ക്രൈസ്റ്റ്, ഈശോ മിശിഹ മാത്രം. അത് ഏറ്റുപറയുന്നതിൽ അഭിമാനം കൊള്ളുക, അവന് വേണ്ടി ജീവിക്കുന്നതിൽ, മരിക്കുന്നതിൽ അഭിമാനിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? വലിയ ജനക്കൂട്ടമുണ്ട്, ആഹ്ലാദമുണ്ട്, ഭൂകമ്പത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു പ്രതീതിയൊക്കെ ഉണ്ട്. ഈശോ ഒരു കുഞ്ഞു കാര്യം അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 41. 19-ാമത്തെ അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ. ഈ രാജകീയ പ്രവേശനവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തിയ ഒരു സംഭവമാണ് ലൂക്കാ സുവിശേഷകന്റെ എഴുത്തിൽ നമ്മൾ കാണുന്നു. 19:41. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിന്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഓർത്തു നോക്കിയേ, ജനം ആഹ്ലാദം മുഴക്കുന്നു, ഓശാന പാടുന്നു, ഈശോ മുമ്പോട്ട് നീങ്ങുന്നു. പക്ഷെ ജെറുസലേം പട്ടണത്തെ നോക്കിക്കൊണ്ട് ഈശോ ഒരു കുഞ്ഞു കാര്യം ചെയ്യാണ്. ഈശോ അതിനെ നോക്കി വിലപിക്കുകയാണ്. ഹാ കഷ്ടം, ദുരിതം എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് ഈശോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറുസലേമിനെ കുറിച്ച് ഒത്തിരി ഒന്നും പറയാണ്ട് തന്നെ നമുക്കറിയാം. പ്രവാചകന്മാരെ നശിപ്പിച്ച നാടെന്നോ, പ്രവാചകന്മാരെ ജനിച്ച നാടെന്നോ, വചനം ഏറ്റവും കൂടുതൽ കേട്ട നാടെന്നോ, ഈശോയുടെ പ്രസൻസ് ഉണ്ടായ നാടെന്നോ ഒക്കെ നമുക്ക് പറയാം. ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുണ്ടായ, ദേവാലയം നിലനിന്ന, ദൈവത്തിന്റെ സ്വരം മുഴുങ്ങിക്കേട്ട, ദൈവം ഉറപ്പിച്ചു വെച്ച രാജസിംഹാസനം, പ്രവാചകന്മാർ, പുരോഹിതന്മാർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. ഇന്ന് ദൈവപുത്രൻ വന്ന്, ഈശോ വന്ന് ആ നഗരത്തെ നോക്കി വിലപിക്കുകയാണ്. കഷ്ടം, സമാധാനത്തിന്റെ ഒക്കെ വാർത്ത നീ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായിരുന്നെങ്കിൽ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആഘോഷത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ കിടപ്പുണ്ട്. ഓശാന പാടി ആളുകൾ എതിരേൽക്കുന്നുണ്ട്. പക്ഷെ ഈശോ കരയുകയാണ്, ഈശോ വിലപിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ആഘോഷങ്ങൾക്കിടയിൽ മറന്നു പോകുന്ന ഒരു ഈശോയുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ മറന്നു കളയുന്ന, വിസ്മരിക്കുന്ന ഒരു ഈശോയും കൂടി ഉണ്ട്. വെള്ളിയാഴ്ചയാണ്, ഈസ്റ്റർ വരികയാണ്, ദുഃഖവെള്ളി വരികയാണ്, ഒരുപാട് ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട് ഈസ്റ്റർ. ഈ ആഘോഷങ്ങൾക്കിടയിൽ നീ ചിലപ്പോൾ ഈശോയെ മറന്നു കളയുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഈസ്റ്റർ മാത്രമല്ല, വലിയ തിരുനാളുകൾ, പള്ളിപ്പെരുന്നാളുകൾ, വീട്ടിൽ നടക്കുന്ന ഒരു വലിയ ആഘോഷം, അതൊരു മാമോദീസ ആവട്ടെ, വിവാഹകർമ്മ ആകട്ടെ, ഈ ആഘോഷങ്ങൾക്കിടയിൽ എൻ്റെ ഈശോയെ ഞാൻ എപ്പോഴേലും വിസ്മരിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഓർത്ത് അനുദപിക്കുക തന്നെ വേണം. ഈ വലിയ ആഴ്ചയിൽ ഒരു പള്ളിപ്പെരുന്നാൾ, ഈ കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു പള്ളിപ്പെരുന്നാളിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ആഘോഷങ്ങൾ, വെടിക്കെട്ടുകൾ, കരിമരുന്ന് കലാപ്രകടനങ്ങൾ എല്ലാം കാണാൻ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി തിക്കി തിരക്കി മുമ്പോട്ട് കയറി നിൽക്കുകയും ചെയ്തു. പള്ളിപ്പറമ്പിൽ കൂടെ ഓടി നടക്കാനും, ഓരോ സാധനങ്ങൾ മേടിക്കാനും, കൂട്ടുകാരോട് കൈ പിടിച്ച് ആ ചന്തയിൽ കൂടെ ഒക്കെ നടക്കാനും ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ വലിയ തിരുനാളിൻ്റെ അന്ന്
വിശുദ്ധ കുർബാനയ്ക്ക് പൂർണ്ണമായിട്ട് സംബന്ധിക്കാൻ സാധിച്ചോ എന്നൊന്ന് ചിന്തിക്കുക. തിരുനാൾ മാറ്റിവെക്കുക, പെരുന്നാളുകൾ മാറ്റിവെക്കുക. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അവസാനം നടന്ന ഒരു ആഘോഷം, ഒരു മാമോദീസ ആവട്ടെ, ആദ്യ കുർബാന ആവട്ടെ, ഒരു വിവാഹമാവട്ടെ, സന്തോഷത്തിൻ്റെ ഒരു ആഘോഷത്തിനിടയ്ക്ക് ബാക്കിയെല്ലാം നമ്മൾ ഒരുക്കി, ഭക്ഷണം, കൂട്ടുകാരെ വിളിച്ചു, കൂട്ടുകാരുടെ കൂടെ എല്ലാം ആഘോഷിച്ചു. അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് എന്ത് സംഭവിച്ചു? ആ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നിനക്കതിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചില്ലേ? ഇല്ലെങ്കിൽ എനിക്ക് ഫ്ലവർ ഒരുക്കി വെക്കണം, എനിക്ക് ഭക്ഷണത്തിന്റെ കാര്യം നോക്കണം, എനിക്ക് ബന്ധുക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം, എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വിശുദ്ധ കുർബാന സ്കിപ്പ് ചെയ്തു. ആഘോഷങ്ങൾക്കിടയിൽ മറന്നു പോകുന്ന നമ്മുടെ ഈശോ, നമ്മളെ നോക്കിയിട്ട് ഈശോ ചിലപ്പോൾ വിലപിക്കും. ആഘോഷങ്ങൾ നടത്തിക്കോ, പക്ഷേ ഈ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, രക്ഷകന്റെ വരവിൻ്റെ വാർത്ത നീ ഇപ്പോഴെങ്കിലും അറിഞ്ഞിരുന്നെങ്കിലും ഓർത്ത് ഈശോ ചിലപ്പോൾ ദുഃഖത്തോടെ വിലപിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതേ ഉയർത്തിവെച്ചിട്ട് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അതിനുശേഷം ഈശോ സ്നേഹത്തോടെ ഒരു വാണിംഗ് തരുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. ഈശോയുടെ വാക്കുകൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ഇച്ചിരി വാണിംഗ് കലർന്ന, ഒരിച്ചിരി ഭയപ്പെടുത്തുന്ന, നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന ചെറിയ ഭയങ്ങൾ ഈശോ തരുന്നുണ്ട്. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. ഈശോ ഒന്ന് പ്രവചിച്ച് ശരിക്കും ഒരു AD 70 ആയപ്പോൾ ജെറുസലേമിൽ സംഭവിച്ചു. ശത്രുക്കൾ വളഞ്ഞു. അവരുടെ ഒരു ചരിത്രം തന്നെ ഏകദേശം അവിടെ ഒരു വലിയ കോമായിൽ എത്തി നിൽക്കുന്ന ഒരു സമയം അവർക്കുണ്ടായി. ഇത് നമ്മിൽ നിന്ന് അകലെയല്ല. ഈശോയെ മറന്ന് നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഓരോന്നിലും ഈശോ ഈ വിലാപം പറയുന്നുണ്ട്. ശത്രു നിനക്ക് ചുറ്റും പാളയമടിച്ചിട്ടുണ്ട്, നിന്നെ തകർത്ത് കളയുന്ന ഒരു ദിവസം വരുമെന്ന്. ശ്രദ്ധിച്ചേ, എന്ത് സംഭവിക്കുന്നതെന്നറിയോ? ഈശോയെ വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട, കൂദാശകൾ വേണ്ട, ഇതൊക്കെ മതി, തൽക്കാലം പ്രാർത്ഥിക്കുന്നുണ്ട്, തൽക്കാലം ഓൺലൈനിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, ഇത്രയൊക്കെ മതി, ഒരു മിനിമം ഗ്യാരണ്ടി സ്പിരിച്വാലിറ്റി, ആത്മീയത, പ്രാർത്ഥനയൊക്കെ മതി, ഇതൊക്കെ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു നിസ്സംഗതാഭാവത്തിലേക്ക്, ലാഘവ ബുദ്ധിയിലേക്കൊക്കെ ആത്മീയതയിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അതിന് കാരണക്കാരായ എന്നൊന്നും നോക്കണ്ട, നമ്മുടെ ഉള്ളിലോട്ടൊന്ന് നോക്കിയാൽ മതി. എൻ്റെ ആത്മീയതയിൽ കുറവ് വന്നിട്ടുണ്ടോന്ന് ഈശോയെ സൈഡ് ലൈൻ ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഫോക്കസ് കൊടുത്തു. സ്പിരിച്വാലിറ്റി, ആത്മീയത, ഈശോയുടെ കാര്യം, കൂദാശ, സഭ, ഇതൊക്കെ ഇത്രയൊക്കെ മതി, ബാക്കിയെല്ലാം നടക്കട്ടെ, ജോലി, പഠനം, ഉയർച്ച എല്ലാം വേണം, ഈശോ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊട്ടി വിളിക്കാം, തുറന്നിരുന്ന ആളാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രു ചുറ്റും നിൽപ്പുണ്ട്. അവനെ സാത്താനെന്നോ നെഗറ്റീവ് എനർജി എന്നോ ബാഹത എന്നോ എന്ത് വേണേലും നിങ്ങൾ വിളിച്ചോ, പക്ഷെ അവൻ ഇപ്പൊ അടങ്ങി നിൽപ്പുണ്ട്. എന്തുകൊണ്ട്? നീ ഇപ്പൊ ഈശോയുടെ ഒരു സുരക്ഷാ വലയത്തിലാണ്. ഈശോയെ നീ എന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കുറച്ചെങ്കിലും ഒരു ആത്മീയത ബാക്കി നിൽപ്പുണ്ട്. കുറേ അങ്ങ് ഒഴിവാക്കി കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ഇത്രയും മതി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവസാനം ഈ ആത്മീയത പൊട്ടിത്തെറിച്ച് ഒന്നുമില്ലാണ്ടായി പോകുന്ന ഒരു സമയം വരും. അന്ന് നിന്റെ ചുറ്റും പാളയമടിച്ചിരിക്കുന്ന ശത്രു അവൻ്റെ സകല സന്നാഹങ്ങളെ അഴിച്ചുവിടും. നിനക്ക് ഒന്ന് തലപൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, ആത്മീയത തീരെയില്ലാത്ത, പ്രാർത്ഥനാ ജീവിതം തീരെയില്ലാത്ത ഒരു ഇരുണ്ട പട്ടുകുഴിയിലേക്ക് നീ വീഴുന്ന ഒരു ദുരവസ്ഥ ചിലപ്പോൾ വന്നുപോയേക്കാം. ജെറുസലേമിനെ ഓർത്ത് വിലപിച്ച കർത്താവ് എന്നെയും നിങ്ങളെയും ഓർത്ത് വിലപിക്കാതിരിക്കട്ടെ. ജോലി ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം, പ്രസംഗം പറയണം, ടോക്കുകൾ ഒരുങ്ങണം, എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, എനിക്ക് ഈ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഈശോയുടെ കൂടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കാൻ എനിക്ക് നേരമില്ല. ശത്രു നിന്റെ ചുറ്റും നിൽപ്പുണ്ട്. അവന് കീഴടങ്ങാതെ നിൽക്കുന്നത് നിനക്ക് ചുറ്റും കർത്താവിൻ്റെ പ്രത്യേക കോട്ടയുള്ളത് കൊണ്ടാണ്. നീ ഒരു അല്പനേരം ഈശോയോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ്. അതും വേണ്ട എന്ന് വെച്ചാൽ ആഘോഷങ്ങൾക്കിടയിൽ, ജീവിതം ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ കർത്താവിനെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് സമയം കൊടുക്കാതിരുന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർച്ച അകലെയല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പലതേരും ഒത്തിരി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അങ്ങോട്ട് സംഭവിക്കുന്ന ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഈ ഒരു ചിന്ത അവസാനിപ്പിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. നമ്മൾ ആദ്യം ജനത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു, ഈശോയുടെ ഒരു സംഭാഷണം കണ്ടു, ഈശോ പറയുന്ന ഒരു വിലാപം കണ്ടു. ഇനി അവിടെ ഇത് കണ്ടുകൊണ്ട് നിന്ന യഹൂദര് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. ആ ഒരു കാര്യമാണ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം.
ഇതും ആ രാജകീയ പ്രവേശനത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് എല്ലാ സുവിശേഷങ്ങളും ഉള്ള ഈ സന്ദർഭങ്ങളൊന്ന് ചേർത്ത് വായിച്ചാൽ ഇതങ്ങ് പെട്ടെന്ന് പിടികിട്ടും. നമ്മൾ ഒരു സന്ദർഭം മാത്രം, ഒരു സുവിശേഷത്തിൽ നിന്ന് മാത്രമല്ല, ഈ 4 സുവിശേഷങ്ങളിലും എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഈ ഒരു രാജകീയ പ്രവേശനം, ഈശോയുടെ ആ കുറച്ച് ദിവസങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് ഒരുമിച്ച് ആ ദിവസങ്ങളിൽ സംഭവിച്ച ഏകദേശം ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാം. 12-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ദ വേൾഡ് ഈസ് ആഫ്റ്റർ ഹിം. രാജകീയ പ്രവേശനം കാണുന്നു, ആഹ്ലാദാരവങ്ങൾ കാണുന്നു. യഹൂദര്, ഫരിസേയർ പ്രത്യേകിച്ച് ഇത് കണ്ടിട്ട് അസ്വസ്ഥപ്പെടുക. അവരുടെ ഉള്ളിൽ ഒരു ഭൂകമ്പം നടക്കുകയാണ്, ഒരു പൊട്ടിത്തെറി. അവരെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു വിലാപം ഫരിസേയരുടേതല്ല. ഇന്ന് ആ ഫരിസേയർക്ക് പുതിയ മുഖമുണ്ട്, പുതിയ പേരുണ്ട്, പുതിയ സ്റ്റാറ്റസ് ഉണ്ട്, അവർ ആക്റ്റീവായിട്ടുണ്ട് കുറച്ചും കൂടെ. പക്ഷെ പരാതികൾക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ലോകം ക്രിസ്തുവിന്റെ പിന്നാലെ, ഈശോയുടെ പിന്നാലെ പോയി കഴിഞ്ഞു. പലതരത്തിൽ ഈ ഈശോയുടെ പിന്നാലെ പോകുന്നവരെയും ഈശോയെയും ഈശോയുടെ സഭയും ഒക്കെ തകർക്കാൻ ആദിമ നൂറ്റാണ്ട് മുതൽ പലരും പരിശ്രമിച്ചു. അത് പാഷണ്ഡതകളുടെ രൂപത്തിലാകാം, ശീഷ്മകളുടെ രൂപത്തിലാകാം, കുരിശുയുദ്ധങ്ങളുടെ രൂപത്തിലാവാം. തകർത്തെറിയാൻ വേണ്ടി പല പരിപാടികളും അവർ ശ്രമിച്ചു. സഭയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, പുതിയ പാഷണ്ഡതകൾ ഇഞ്ചക്ട് ചെയ്തു, സഭയെക്കുറിച്ച് മോശമായിട്ട് എഴുതി അറിയിച്ചു, ലോകത്ത് മുഴുവൻ പറഞ്ഞു നടന്നു, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തി, സാത്താൻ സേവ വളർത്തിയെടുത്തു, സഭയെ മീഡിയ വഴി നശിപ്പിച്ച് താരടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ഫരിസേയർക്കുണ്ടായ അതേ പരാതിയെ എല്ലാ കാലത്തും സഭയെ, ഈശോയുടെ പിന്നാലെ പോയവരെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക്, അവരെ താരടിക്കാൻ ശ്രമിച്ചവർക്ക്, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർക്ക് ഉണ്ടായിട്ടുള്ളൂ. ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ നിന്ന് സുവിശേഷം പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരൊരു മിഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരിടുന്ന വസ്ത്രത്തെ ചൊല്ലി നിങ്ങൾ മതപരിവർത്തനം ഇറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു. ലോകം ക്രിസ്തുവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഇത് തീവ്ര ചിന്തയാണെന്ന് ചിന്തിക്കേണ്ട. ചില തീവ്ര ചിന്തകൾക്കെതിരെ നമ്മൾ ചില തീവ്രത ഉള്ള ചിന്തകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അതില്ലാതെ പോയതാണ് നമ്മളിങ്ങനെ ചത്ത ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന ഒരു ദുരവസ്ഥയ്ക്ക് കാരണമായത്. സുവിശേഷം കേൾക്കുന്നു, കൺവെൻഷനുകൾ കൂടുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, കൈയടിക്കുന്നു, 5-8 ഹല്ലേലൂയ പറയുന്നു, തീർന്നു, ഞങ്ങളുടെ ആത്മീയത ഇത്രയും മതി. നോ, ഒരു തീവ്രത, അറ്റ്ലീസ്റ്റ് ഈശോയ്ക്കും പൗലോസ്ലിഹായ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തീക്ഷ്ണതയുടെ ഒരു 10% നമുക്ക് കുറച്ചു പേർക്ക് ഉണ്ടെങ്കിൽ മതി. ഈ അന്ന് അവർ പറഞ്ഞ പരാതി ഇപ്പോഴും തുടരുക തന്നെ ഉള്ളു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പിന്നാലെ ലോകം പോയി കഴിഞ്ഞു, അവന്റെ പിന്നാലെ പോകുന്നവരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചെയ്യാം. ഇന്നും ശ്രമിക്കാം, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവ് കമന്റ് വഴിയാവാം, പബ്ലിക്കിൽ അപമാനിക്കുന്ന വഴിയാവാം, ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ആ വസ്ത്രമിട്ടിരിക്കുന്ന സകലരെ അപമാനിക്കുന്നതിന്റെ പേരിലാകാം, ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ സഭ മുഴുവനും ഇങ്ങനെയാണെന്ന് പറയുന്നതിന്റെ പേരിലാകാം, ഞങ്ങൾ എന്തൊക്കെയെങ്കിലും ചെയ്യുമെന്ന് പറയുന്നതിന്റെ പേരിലാകാം. കാരണം ഞങ്ങൾ ക്രിസ്തുവിന്റെ പിന്നാലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അപമാനിക്കപ്പെടുന്നത് നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ, നിങ്ങൾ ധരിക്കുന്ന ഒരു ജപമാലയുടെ പേരിൽ, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു കുരിശുരൂപത്തിന്റെ പേരിൽ, ക്രിസ്ത്യാനി എന്നൊരു പേരിന്റെ പേരിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. ലോകം എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എൻ്റെ ക്രിസ്തു, എൻ്റെ ദൈവം, എൻ്റെ ഈശോ എന്നെ അംഗീകരിക്കുന്നുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, ആ കാര്യത്തിൽ ഞാൻ ജീവിക്കുന്നു. ആ ഒരു മനസ്ഥിതി നമുക്ക് വേണം. അല്ലാതെ ഈ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പായൽ പോലെ ഒഴുകുന്ന വെറും വിശ്വാസമല്ല. അവിടെ തട്ടുന്നു, ഇവിടെ തട്ടുന്നു, കുറച്ചു നേരം അവിടെ നിൽക്കുന്നു, പൊങ്ങിക്കിടക്കുന്നു. നോ, നല്ല ഉറപ്പുള്ള വിശ്വാസം. ഒരു തെറ്റിദ്ധാരണ വന്നാലും, ഒരു അപമാനം വന്നാലും, ഒരു കളിയാക്കൽ വന്നാലും, ക്രിസ്ത്യാനി എന്ന പേരിന്റെ പേരിൽ, ഈശോയിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിലൊക്കെ അപമാനിക്കപ്പെടുമ്പോഴും എനിക്കെന്റെ ഈശോ ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റണം. കാരണം ലോകം ബഹളം കൂട്ടിക്കൊണ്ടിരിക്കും, മീഡിയ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കും. ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഈ മനുഷ്യർ ഇവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു, ഇവന്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ലോകം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. നിന്നെക്കുറിച്ച് അത് പറയുന്നില്ലെങ്കിൽ നാണക്കേടാണ്. നിന്റെ ജീവിതശൈലി കണ്ടിട്ട് അവർ നിന്നെ ഇച്ചിരി വിഷമിപ്പിച്ചില്ലെങ്കിൽ, ക്രിസ്ത്യാനി എന്ന പേരിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിന്നെ അപമാനിച്ചില്ലെങ്കിൽ അതൊരു കുറവായിട്ട് കണക്കാക്കുന്നതിലും തെറ്റില്ലെന്നാണ് തോന്നുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ശക്തിയോടെ പറ ഹല്ലേലൂയ. കാരണം അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ലൂക്കാ സുവിശേഷം 19-ാമത്തെ അധ്യായം എന്നെടുക്കാമോ? ലൂക്കാ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അവർ പറയുന്നൊരു കാര്യം, അവർ നിശബ്ദരാവട്ടെ. ജനക്കൂട്ടത്തോട് മാത്രമായിട്ടല്ല പറയുന്നത്, ഈശോയോട് പോയി പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം, ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ പേടിച്ചൊന്നുമില്ല. ഇവരോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഈശോ പറഞ്ഞതാണ്, അവർ സംസാരിക്കും. എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ ശിഷ്യർ, എന്നെ വിശ്വസിക്കുന്നവർ സംസാരിക്കും. അത് ഏത് കാലഘട്ടത്തിലായാലും, അത് ഈശോ മരിക്കുന്ന ഒരു വർഷത്തിലായാലും, ഇന്ന് ഈ ഒരു ടോക്ക് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു വർഷത്തിലായാലും, ഈശോയുടെ ശിഷ്യന്മാർ, ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ പ്രൈമറി ഡ്യൂട്ടിയാണ്. അതിനെതിരെ നമ്മളോട് നിശബ്ദരാവാനോ, നമുക്കെതിരെ കല്ലുകൾ എറിഞ്ഞത് കൊണ്ടോ, നമ്മൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ടോ, നമ്മളെ കുരിശേ കയറ്റു എന്ന് പറഞ്ഞുകൊണ്ടോ, നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടോ, ജാമ്യമില്ലാ കേസുകൾ നമ്മുടെ മേൽ ഉണ്ടാക്കിയത് കൊണ്ടോ നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പോകുന്നില്ല. കാരണം നമുക്കൊരു രക്ഷകനുണ്ട്. ആ രക്ഷകൻ സർവർക്കുമുള്ള രക്ഷകനാണെന്ന് വിളിച്ചു പറഞ്ഞ് എല്ലാവരും അത് കേട്ട് തീരുന്നത് വരെ നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്രമിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആരംഭിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ചുറ്റുമാണ്, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലാണ്, നമ്മൾ ജോലി ചെയ്യുന്നിടത്താണ്, നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ്. ജീവിച്ച് കാണിച്ചു കൊടുക്കുക, എനിക്കൊരു രക്ഷകനുണ്ട്, ആ രക്ഷകൻ ഈശോയാണ്, ആ ഈശോ നിങ്ങളെയും രക്ഷിക്കുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം വചനം പറയുക. ആവശ്യമെങ്കിൽ മാത്രം വചനം പറയാന്ന് വെച്ചാൽ വചനം മിണ്ടാണ്ടിരിക്കുക എന്നല്ല, വചനം ഇനി പറയരുതെന്നല്ല. നിന്റെ ജീവിതം കണ്ടിട്ട് ആളുകൾ പറയട്ടെ, ഹിയർ ഈസ് ദ ഗോസ്പൽ, ഇതാ സുവിശേഷം, ഇതാ സുവിശേഷം, ഇതാ ക്രിസ്തു, ഇതാ ക്രിസ്തുവിനെ ജീവിക്കുന്നവൾ നിന്നെ കാണട്ടെ. എന്നിട്ട് അവർ ബൈബിൾ വായിക്കുമ്പോൾ, ദേ ഇയാളുടെ ജീവിതം പോലെ തന്നെയാണല്ലോ ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് അവർ പറയട്ടെ. നമുക്ക് സുവിശേഷം ജീവിച്ച് കാണിക്കാം, സുവിശേഷത്തിന് വേണ്ടി മരിച്ച് കാണിച്ചു കൊടുക്കാം, ഭയമില്ലാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാം. ഈശോ ഏകരക്ഷകനാണെന്ന് അവസാന ശ്വാസം വരെ, അത് അവസാനത്തെ ആള് കേൾക്കുന്നത് വരെ നമുക്കത് പറയണം, ജീവിച്ച് കാണിക്കണം, പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയപ്പെട്ട് നിൽക്കാനല്ല ഈശോ നമ്മളെ വിളിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഈശോ ശിഷ്യന്മാരോട് അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്തിന്റെ അവസാനം വരെയാണേലും, നമ്മുടെ ലോകത്തിന്റെ അവസാനം വരെയാണേലും, എൻ്റെ ഈ ആയുസിന്റെ അവസാനം വരെയാണേലും, ഐ ആം നോട്ട് അലോൺ. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടില്ല. ഞാൻ ആ ഈശോയ്ക്ക് വേണ്ടി, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സാക്ഷ്യം വഹിക്കുന്നെങ്കിൽ, അത് കുരിശു മരണം വരെ എൻ്റെ മുമ്പിൽ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ നിമിഷം വരെയും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടെ ഇട്ട് ഉപേക്ഷിച്ചു പോകല്ല, എന്നെ അവനോടൊപ്പം നിത്യമഹത്വത്തിലേക്ക്, നിത്യജീവനിലേക്ക്, സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എന്നെ ഉയർത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇനി ഈശോയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കണം. ഈശോ അനുഭവിച്ച പീഡകളും വേദനകളും ഒറ്റുകൊടുക്കലുകളും ഒക്കെ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, എന്നെപ്പോലെ വേദനിച്ച ഒരാൾ മുമ്പിലുണ്ട്, എന്നെപ്പോലെ ഒറ്റുകൊടുക്കപ്പെട്ട ഒരാൾ, എന്നെപ്പോലെ ചതിക്കുഴിയിൽപ്പെട്ട ഒരാൾ, എന്നെപ്പോലെ കുരിശിന്റെ വഴി നടന്ന ഒരാൾ, എന്നെപ്പോലെ കുരിശിലേറിയ ഒരാൾ, എന്നെപ്പോലെ ഒറ്റപ്പെട്ടു പോയ ഒരാൾ, കരഞ്ഞ ഒരാൾ എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ ഈശോ, എൻ്റെ രക്ഷകനും നാഥനുമായ എൻ്റെ ഈശോ എന്നെപ്പോലെ, എന്നെക്കാൾ അധികം സഹിച്ച് എൻ്റെ മുമ്പേ പോയിട്ടുണ്ട്. അവൻ്റെ ജീവിതം നോക്കുമ്പോൾ ഒരു കുരിശയിലോ ഒരു കുഴിയിലോ തീർന്ന ജീവിതമല്ല, ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതമാണ്. ഇന്നും ജീവിക്കുന്ന ഒരു ജീവിതമാണ്, ഇന്നും രക്ഷകനായി നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെ രക്ഷകനായ ഈശോയ്ക്കുള്ളത്. ഈ പീഡനങ്ങളോ, ഞാനിന്ന് അനുഭവിക്കുന്ന തിരസ്കാരങ്ങളോ, ഈ കഴുതക്കുട്ടി വിളികളോ ഒന്നും എന്നെ ഈ കുരിശെ കയറ്റിയാലും, എന്നെ ഈ കുഴിയിൽ അടക്കിയാലും ഇവിടെയൊന്നും ഞാൻ തീരാനുള്ളതല്ല. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതല്ല. എന്നെ രക്ഷിച്ച, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം, അതിനി ഞാൻ മുമ്പോട്ട് പോകും. അതെത്ര കാലം നീണ്ടാലും എൻ്റെ കർത്താവിനോടൊപ്പം. അതൊരു മണിക്കൂറേ നീളുന്നുള്ളെങ്കിലും അതെൻ്റെ ഈശോയ്ക്കൊപ്പം, ഈശോയ്ക്ക് വേണ്ടി മാത്രം. ആ ഒരു വിശ്വാസം, ആ ഒരു തീക്ഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ ശുശ്രൂഷ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് സമയത്താണേലും ഈശോ നിങ്ങളുടെ അടുത്തുണ്ട്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം വലതുകരം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? കർത്താവേ, ഈ വലിയ ആഴ്ചയിൽ, ഈ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായി നിന്നെക്കുറിച്ച് അറിയാൻ, നിന്നെ സ്നേഹിക്കാൻ, അങ്ങോട്ട് ചേർന്ന് നിൽക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ. എൻ്റെ കുടുംബത്തിന്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകൾക്ക്, ഞാൻ ഇടപെടുന്ന ഓരോ വ്യക്തികളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരു കൃപ എനിക്ക് നൽകണമേ. കർത്താവേ, ജെറുസലേമിലേക്ക് അങ്ങ് വന്നപ്പോൾ
എൻ്റെ ഉള്ളിൽ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് വന്നപ്പോൾ അതെനിക്ക് ദുഃഖത്തിൻ്റെ ഒരു ഭൂകമ്പമാണോ സന്തോഷത്തിൻ്റെ ഒരു ഇരമ്പമാണോ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതെന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഈശോ, ആഘോഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഞാൻ അങ്ങേ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. അങ്ങ് എന്നോട് കാണിച്ച സ്നേഹത്തെ ഓർത്ത് വീണ്ടും ഞാൻ നന്ദി പറയാണ്. തമ്പുരാനെ, ലോകം എന്നോട് നിശബ്ദനാവാൻ പറയുന്നു, എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് എങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റും ഈശോയെ? ഒരുപക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു തീജ്വാല എൻ്റെ ഉള്ളിലേക്ക് അങ്ങേ പരിശുദ്ധാത്മാവ് വഴി നൽകണേ ഈശോയെ. വിശുദ്ധരെ പോലെ, പരിശുദ്ധ അമ്മ മാതാവിനെ പോലെ, വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ അങ്ങയോട് എന്നും ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ തമ്പുരാനെ എനിക്ക് നൽകണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഈശോയോട് ചേർന്ന് നിൽക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയോട് എന്നും ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ അമ്മ മാതാവേ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയോട് ചേർന്ന് ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുക. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.